ഗോലാൻ കുന്നിന്റെ പേരും പറഞ്ഞ് ഇസ്രയേൽ സിറിയയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ ചില്ലറയൊന്നുമല്ല. കണ്ടു നിൽക്കാൻ നിവൃത്തിയില്ലാതെയാണ് കടുത്ത നടപടിക്ക് റഷ്യ ഉൾപ്പെടെ ഇറങ്ങിയിരിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങളെയും അവരുടെ സായുധ സംഘങ്ങളെയും ഒട്ടുമുക്കാലും വിറപ്പിച്ച നെതന്യാഹുവിന് സിറിയയിൽ എന്താണ് ഇത്ര താല്പര്യമെന്ന് ലോകം ചോദിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അതിനുള്ള ഉത്തരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിറിയയിലെ അസദ് സർക്കാരും ഇസ്രയേലും തമ്മിൽ രഹസ്യ ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന സുപ്രധാന രേഖകൾ പുറത്തായിരിക്കുകയാണ്. അസദ് സർക്കാരിന്റെ പതനത്തിന് ശേഷം സിറിയയിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിലാണ് ഇതേക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഇതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്നുള്ളത് വ്യക്തമല്ല. രേഖകളിൽ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ചിന്റെ സ്റ്റാമ്പുകളും ഉണ്ടെന്നതിനാൽ ഔദ്യോഗിക സ്വഭാവമുള്ളതാണെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എക്സ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രയേലിന്റെ കടുത്ത എതിരാളിയായാണ് അസദ് അറിയപ്പെട്ടിരുന്നത്. അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ഇറാനെതിരായ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളിൽ ഉൾപ്പെടെ സിറിയൻ ഭരണകൂടത്തിന് പങ്കാളിത്തമുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സൈനിക സ്വത്തുക്കളുടെ ഒഴുക്ക് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രയേൽ സിറിയൻ സർക്കാരിന് അയച്ച കത്തും ചോർന്നതായി കരുതുന്ന രേഖകളിലുണ്ട്. അതുപോലെ മോസസ് എന്ന രഹസ്യ നാമധേയത്തിലുള്ളയാൾ ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യാഘാതങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പുമായി സിറിയൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ലഫ്റ്റനന്റ് ജനറൽ അലി മഹ്മൂദ് അബ്ബാസുമായി നേരിട്ട ആശയവിനിമയം നടത്തിയതിന്റെ രേഖകളുമുണ്ട്. ഈ സന്ദേശങ്ങൾ ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മംലൂക്കിന് കൈമാറിയതായും ചോർന്ന രേഖകളിലുണ്ട്. ഇറാനുമായി സഹകരണം തുടർന്നാൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും 2023 ഏപ്രിലിൽ ഇസ്രയേൽ സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്.